യുലേഫോൺ എന്ന ബ്രാൻഡിൻ്റെ യുലേഫോൺ ആർമർ 29 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ 29 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 21,200 mAh ബാറ്ററിയാണ് വരുന്നത്. വളരെ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഫോണുകളിൽ പൊതുവേ മാക്സിമം 7,000 mAh ബാറ്ററിയൊക്കെയാണ് വരാറ്. അത് തന്നെ കൂടുതൽ എന്നാണ് നമ്മൾ പറയാറ്. ആ ഒരു ടൈമിലാണ് ഇതിൽ 21,200 mAh ബാറ്ററി വരുന്നത്. പിന്നെ അതുമാത്രമല്ല 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. മികച്ചൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. USB 3.2 Gen 2ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബാറ്ററി സെറ്റപ്പ് വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP f1.9 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ ക്യാമറ സെൻസറാണ് ഇത് വരുന്നത്. ഇത് സോണി IMX 989ൻ്റെ സെൻസറാണ്, 1 ഇഞ്ച് സെൻസറാണ് ഇത്. പിന്നെ 50 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 64 MP f1.79 അപ്പേഴ്സിൽ വരുന്ന ഒരു നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ ഒരു സെപ്പറേറ്റ് ക്യാമറ കീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1000 ലൂമിൻ്റെ LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു LED ലൈറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ IP68 69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെ ബാക്കിൽ 1.04 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 340x340 ആണ്. പിന്നെ ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇനി ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 2200 nits ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും തരക്കേടില്ലാത്ത ഡിസ്പ്ലേ വരുന്നുണ്ട് എന്ന് പറയാവുന്ന, പക്ഷേ വലിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറേ കൊടുത്തിട്ടുള്ളൂ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നില്ല. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ സ്മാർട്ട് കണക്ടർ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ ഡിവൈസുകൾ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഗ്രാഫിക് കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. ഫോൺ പെട്ടെന്ന് ഹീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് 3.5mm ഓഡിയോ ജാക്ക് ഇതിൽ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9300+ എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഫോണിൻ്റെ വില 74,400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ മാത്രമാണ്. പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 16 GB റാം വരെയും 1 TB ഇൻറ്റേർണൽ വരെയും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $849.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 74,400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡ്യുവൽ ഡിസ്പ്ലേ എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ നൈറ്റ് വിഷൻ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഫോണാണ്. അതുപോലെ തന്നെ 1 TB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ചില ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രോസസ്സർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തരക്കേടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല.
പിന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് 688 ഗ്രാം വരുന്നുണ്ട്. വളരെ വളരെ കൂടിയൊരു വെയിറ്റാണ് ഇത്. അപ്പോൾ സാധാരണ ഒരു ഫോൺ ക്യാരി ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, അത്യാവശ്യം വെയിറ്റ് കൂടിയ സാധനമാണ്. അതുമാത്രമല്ല തിക്നെസ് 33.8 mm ഒക്കെ വരുന്നുണ്ട്. ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഫോണുകൾ 8 mm അതുപോലെ തന്നെ കൂടിപ്പോയി 9 mm ഒക്കെയാണ് വരാറ്. ആ ഒരു ടൈമിലാണ് 33 mm ഒക്കെ തിക്നെസ് വരുന്നത്. വളരെ കൂടിയ തിക്നെസ്സും വരുന്നുണ്ട്. അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ബാറ്ററി കപ്പാസിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് കുറച്ച് കൂടുന്നതായിരിക്കും. എന്തായാലും പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും കുറച്ച് നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സെലക്ട് ചെയ്തോളണം എന്നില്ല. കാരണം എനിക്ക് മെയിനായിട്ട് വേണ്ട പ്രോസസ്സറും അതുപോലെ തന്നെ ഡിസ്പ്ലേയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.